ഹലോ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 80G വരെയുള്ള ഡിഡക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ചാപ്റ്റർ 6A അല്ലെങ്കിൽ സെക്ഷൻ 80, അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്നത് സെക്ഷൻ 80 ആണ്. ആ സെക്ഷൻ 80ൽ നമുക്ക് ഒരു നമ്പർ ഓഫ് ഡിഡക്ഷൻസ് ആർ അവൈലബിൾ. അതിൽ നമ്മൾ 80C, CCC, 80D തുടങ്ങിയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് നമ്മൾ 80G വരെയുള്ള സെക്ഷൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതലായിട്ടും ഡിഡക്ഷൻസ് അലൗബിൾ ആകുന്നത് ഈ ഇൻഡിവിജ്വലിന് ആപ്ലിക്കബിൾ ആകുന്നത് ഈ സെക്ഷൻസിലാണ്. അപ്പോൾ അതിൽ 80Gയിൽ അതുവരെയുള്ള എല്ലാ സെക്ഷൻസിലും എത്ര എമൗണ്ട് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റബിൾ ആകുന്നു എന്നുള്ള ക്വാളിഫയിങ് എമൗണ്ട്സ് വെർ അവൈലബിൾ. വെറാസ് ഇൻ 80G we have to find out how much amount will be deductible under section 80G. 80G എന്ന് പറയുന്നത് ഡൊണേഷൻസ് ആണ്. സപ്പോസ് an individual has contributed something towards some eligible donations അല്ലെങ്കിൽ സം ഫണ്ടുകളിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ he can claim a deduction under section 80G. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് 80G പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അതിൽ ഒരു ശ്രീ ഹരിയുടെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഹിസ് ഇൻകം ഇസ് ഗിവൺ, ഗ്രോസ് ടോട്ടൽ ഇൻകം ഇസ് ഗിവൺ. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്? അയാളുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകവും കൂടി ടോട്ടൽ ചെയ്തിട്ട്, സെപ്പറേറ്റ്ലി നമ്മൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം പഠിക്കുന്നുണ്ട്. 5 ഹെഡ്സ് ഓഫ് ഇൻകവും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് നമ്മൾ ഡിഡക്ഷൻസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിഡക്ഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇസ് ഗിവൺ. അപ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ട. പിന്നെ അയാളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4,000 ഒരു ഇക്വിറ്റി ഷെയർ ട്രാൻസ്ഫറിലുള്ള ഒരു ഗെയിനും തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ക്വാളിഫയിങ് എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് 80Gയിലെ ഡൊണേഷൻസിന് എത്രയാണ് ക്വാളിഫയിങ് എമൗണ്ട്? വിത്ത് ലിമിറ്റ് ഡൊണേഷൻസും നോ ലിമിറ്റ് ഡൊണേഷൻസും ഉണ്ടല്ലോ. അപ്പോൾ ഈ വിത്ത് ലിമിറ്റ് ഡൊണേഷൻസിന് നമുക്കൊരു ക്വാളിഫയിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ആ 2 ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. പിന്നെ LIC പ്രീമിയം ഒരു 16,000 ഉണ്ട്. ആ 16,000ൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് സം എഷ്യൂർഡ് തന്നിരിക്കുന്നത്. സം എഷ്യൂർഡിനേക്കാളും 20% അധികമാകാൻ പാടില്ല പ്രീമിയം പേയ്മെൻറ്റ്. മാക്സിമം നമുക്ക് അതുവരെ കിട്ടുള്ളൂ. അപ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ 16,000 ഈസ് ലെസ് ദാൻ 20% ഓഫ് 2 lakh. അതുകൊണ്ട് ദാറ്റ് എമൗണ്ട് LIC പ്രീമിയം എമൗണ്ട് ഇസ് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80G. അപ്പോൾ 80Gയിലാണ് നമുക്കത് ഡിഡക്റ്റബിൾ ആകുന്നത്. 80Cയിലാണ് നമുക്കത് ഡിഡക്റ്റബിൾ ആകുന്നത്. ഇനി 80G നമുക്ക് നോക്കാം. അതിൽ ഡൊണേഷൻസ് ആണ്. അപ്പോൾ താഴെ പറയുന്ന 5 ടൈപ്പ് ഓഫ് ഡൊണേഷൻസ് അയാൾ ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ കാറ്റഗറിയും വരുന്നുണ്ട്. നോ ലിമിറ്റ് 100% ഉണ്ട്, നോ ലിമിറ്റ് 50% ഉണ്ട്, വിത്ത് ലിമിറ്റ് 100%, വിത്ത് ലിമിറ്റ് 50% ഡൊണേഷൻസ് ഉണ്ട്. അത് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് പേജിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നോക്കൂ. ആദ്യം തന്നെ നമ്മൾ ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറയുന്ന അവിടെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ക്വാളിഫയിങ് എമൗണ്ട്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് അതിന് മുമ്പ് ഒരു സെക്ഷൻ കൂടി നോക്കാം. അതായത് 80Cയിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം 4 lakh ആണ്. 80Cയിലുള്ള ഡിഡക്ഷൻസ് നമുക്ക് ആദ്യമേ അനുവദിക്കാം. കാരണം LIC പ്രീമിയം ഒരു 16,000 ഉണ്ട്, അത് കൊടുക്കാം. പിന്നെ LIC പ്രീമിയത്തിൻ്റെ 16,000ഉം അതുപോലെ 80Gയിൽ നമുക്ക് 100% ഡൊണേഷൻസ് ഉണ്ട്. നോ ലിമിറ്റ് 100% ഡൊണേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നോ ലിമിറ്റ് ഡൊണേഷൻസ് എല്ലാം ആദ്യം അനുവദിക്കാം. അത് 60,000ഉം നോ ലിമിറ്റ് ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട് കംസ് അണ്ടർ നോ ലിമിറ്റ് 50% ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ടുള്ള 15,000 നമുക്ക് പ്ലെയിൻലി നമുക്ക് അപ്ലൈ ചെയ്യാം. അതിന് ശേഷമാണ് വിത്ത് ലിമിറ്റ് ഡൊണേഷൻസ് വരുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ലിമിറ്റ് ക്വാളിഫയിങ് എമൗണ്ട് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് STCG 4,000. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന മറ്റ് ഡിഡക്ഷൻസും അതർ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ 4 lakh മൈനസ് ആ എമൗണ്ടുകളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന 35,000 ആണ് ക്വാളിഫയിങ് ലിമിറ്റ് എന്ന് പറയുന്നത് എമൗണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ വിത്ത് ലിമിറ്റ് 100% അനുവദിക്കുക. വിത്ത് ലിമിറ്റ് 100% നമുക്ക് അവിടെ അലൗ ചെയ്യാവുന്നതാണ്. ബിക്കോസ് 35,000 ആണ് ലിമിറ്റ്. സോ വിത്ത് ലിമിറ്റ് 100% ആയിട്ടുള്ള 20,000 നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 15,000 ആണ്. പിന്നെ നമ്മൾ നോക്കണം ഏതൊക്കെയാണ് വിത്ത് ലിമിറ്റ് 50% വരുന്നതാണ്. അപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൊടുത്തിട്ടുള്ള 20,000ഉം ഒരു ടെമ്പിളിലേക്ക് കൊടുത്തിട്ടുള്ള 6,000ഉമാണ് വിത്ത് ലിമിറ്റ് 50% വരുന്നത്. അപ്പോൾ അത് രണ്ടും ടോട്ടൽ ചെയ്യുമ്പോൾ 26,000 ഉണ്ട്. എന്നാൽ നമുക്ക് 20,000 അനുവദിച്ച് കഴിഞ്ഞിട്ട് ബാക്കി 15,000 ഉള്ളൂ. അപ്പോൾ ഈ 15,000 ഓർ 26,000 വിച്ച് എവർ ഈസ് ലെസ് എടുക്കുക. അപ്പോൾ 15,000 ആണ് ലെസ്. ആ 15,000ൻ്റെ 50% ആയിട്ടുള്ള 7,500 മാത്രമേ നമുക്ക് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനും ടെമ്പിളിനും കൂടി അത് രണ്ടും കൂടിയിട്ട് നമുക്ക് 7,500 അലൗ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും മനസ്സിലാക്കുക. അപ്പോൾ ഡിഡക്ഷൻസ് കൊടുക്കാൻ പറ്റാവുന്നത്
ഒന്ന് ഫാമിലി പ്ലാനിങ്ങിൻ്റെ 20,000 പിന്നെ രണ്ടിനും കൂടി സി, അതാണ് ഫാമിലി പ്ലാനിങ്ങിൻ്റെ ആണ് സിയിൽ വരുന്നത് 20,000 കൊടുക്കാം. പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിനും ടെമ്പിളിനും കൂടി ഡിയിൽ ഒരു 7,500 കൊടുക്കാം. അപ്പോൾ 80Gയിൽ ടോട്ടലി നമുക്ക് 80Cയിൽ ഒരു 16,000, 80Gയിൽ നോക്കൂ 60,000, 15,000 അത് ആദ്യം കൊടുത്തത്, പിന്നെ 20,000, പിന്നെ ഒരു 7,500. അങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻ വരുന്നത് 1,18,500 ആണ്. അതാണ് ഇവിടെ അലൗ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. മുകളിൽ നോക്കൂ, LIC പ്രീമിയം 16, നാഷണൽ ഡിഫൻസ് ഫണ്ട് 60,000, ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ടിലേക്ക് 15,000, ഫാമിലി പ്ലാനിങ്ങിന് 20,000, മറ്റ് അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റും ടെമ്പിളിനും കൂടി 7,500. ഇങ്ങനെയാണ് ടോട്ടലി ഡിഡക്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ സെക്ഷൻ 80G വർക്ക്സ്. ദിസ് ഇസ് ഹൗ വി കമ്പ്യൂട്ട് ദ എലിജിബിൾ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്. എങ്ങനെയാണ് ഇൻഡിവിജ്വൽസിൻ്റെ ടോട്ടൽ ഇൻകവും ടാക്സ് ലയബിലിറ്റിയും കമ്പ്യൂട്ടേഷൻ എന്നുള്ളതാണ്. അതിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചു. ഗ്രോസ് ടോട്ടൽ ഇൻകം വരെയുള്ള കമ്പ്യൂട്ടേഷൻസ്. ഇപ്പോൾ നമ്മൾ ഈ സെമസ്റ്ററിൽ വന്നിട്ട് അതിലുള്ള ഡിഡക്ഷൻസ് പഠിച്ചു. സോ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെക്ഷൻ 80 പ്രകാരമുള്ള ഡിഡക്ഷൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് ടോട്ടൽ ഇൻകം. അതാണ് ഇവിടെ പ്രത്യേകിച്ച് ഒരു കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ആദ്യം തന്നെ എല്ലാ ഇൻകംസും കൂടി ആഡ് ചെയ്യുന്നു. പിന്നെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് നിങ്ങൾ തിയറി യു ഷുഡ് വർക്ക് ഔട്ട്. അത് മനസ്സിലാക്കണം. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡും ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്സ് ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ട് യു ഷുഡ് ഗോ ത്രൂ ദ തിയറി പാർട്സ് ഓഫ് സെക്ഷൻ 70 ആൻഡ് 71. അത് സംടൈംസ് ഉണ്ടാവണം എന്നില്ല, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്സ് ഉണ്ടാവണം എന്നില്ല. ഉണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ ടോട്ടൽ ഒരാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ സെക്ഷൻ 80 പ്രകാരമുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 80 പ്രകാരമുള്ള ഡിഡക്ഷൻസ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അതിന് നമ്മളൊരു നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കതിലൊരു പ്രോബ്ലം ഇവിടെ നമ്മൾ തുടങ്ങുന്നുണ്ട്. പ്രോബ്ലം നമുക്ക് നോക്കാം. മിസ്റ്റർ രാമദാസിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഈ പേജിൽ നമുക്ക് 6 ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അയാൾ റെൻറ്റ് റിസീവ്ഡ് തരുന്നുണ്ട്, മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് തരുന്നുണ്ട്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ്, ഇങ്ങനെ എല്ലാതും ഇൻകംസ് വരുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഈ പേജിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലെസ് ടാക്സ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാം എല്ലാ ഹെഡ്സ് ഓഫ് ഇൻകവും ഈ മിസ്റ്റർ രാംദാസിന് വരുന്നുണ്ട്. ആദ്യം തന്നെ ഇൻകം ഫ്രം HP വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം അയാൾക്ക് നോക്കി നോക്കൂ, ഇൻകം ഫ്രം HP കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അവിടെ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സസും വരുന്നുണ്ട്. പിന്നെ അയാൾക്ക് അത് കഴിഞ്ഞിട്ട് ഡിഡക്ഷൻസും വരുന്നുണ്ട്. ഇൻകം ഫ്രം അതർ സോഴ്സസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ LIC പ്രീമിയം ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്, കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി, ഇതൊക്കെ നമ്മൾ ഡിഡക്ഷൻ സെക്ഷൻ 80 കാണുന്ന ഡിഡക്ഷൻസ് ആണ്. ഡൊണേഷനും വരുന്നുണ്ട്. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് നോക്കൂ. ആദ്യം അയാൾക്ക് ഇൻകം ഫ്രം സാലറി ഇല്ല, ഫസ്റ്റ് ഹെഡ് ഓഫ് ഇൻകത്തിൽ സാലറി ഇല്ല. പിന്നെ ഇൻകം ഫ്രം HPയിൽ നമ്മൾ HP ഇൻകം ഇവിടെ കമ്പ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. തന്നിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഇൻകം കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നു. പിന്നെ പ്രോഫിറ്റ് ഫ്രം ബിസിനസ്സിൽ നമ്മൾ പ്രോഫിറ്റ് ഫ്രം ബിസിനസ് അവിടെ തന്നിട്ടുള്ളത് വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ട്, അങ്ങനെ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഹെഡ്സ് ഓഫ് ഇൻകം എല്ലാം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയും എന്നിട്ട് നമ്മൾ നോക്കൂ, ഗ്രോസ് ടോട്ടൽ ഇൻകം ഒരു 3,56,000 വന്ന് നിൽക്കുകയാണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് ഒക്കെ കമ്പ്യൂട്ടേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം കംസ് ടു 3,56,000. അതിൽ നിന്ന് നമ്മൾ 80C ഡിഡക്ഷൻ ചെയ്യുന്നു, 80D മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഡിഡക്ട് ചെയ്യുന്നു, 80GGC ആണ് കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്, അത് ചെയ്യുന്നു. സെക്ഷൻസ് നിങ്ങൾ വേറെ നോക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്തത് കൂടാണ്ടുള്ള എല്ലാ സെക്ഷൻസിലൂടെയും ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കണം, എങ്കിലേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. ദെൻ 80G പ്രകാരം 20,000 നാഷണൽ ഡിഫൻസ് ഫണ്ട് 100% ആണ്, അതും അനുവദിക്കുന്നു. സോ ഇയാളുടെ ടോട്ടൽ ഇൻകം കംസ് ടു 3,09,300. ദിസ് ഇസ് ഹൗ ഒരാളുടെ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഹൗ ക്യാൻ വി arrive at the total income of an individual എന്നുള്ളത് ഒരു പ്രോബ്ലം കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോട്ട് ഡൗൺ ദിസ് പ്രോബ്ലം. ഇവിടെയും ഇയാളുടെ നോക്കൂ, സാലറി തന്നിട്ടുണ്ട്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ സാലറിയാണ് കൂടുതൽ, അവിടെ കാൽക്കുലേഷൻസ് വേണ്ടി വരും. പിന്നെ അതർ സോഴ്സ് ഇൻകം ഉണ്ട്, ഡിവിഡൻഡ് ഉണ്ട്, അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ബാംഗ്ലാദേശ് ഉണ്ട്, ബിസിനസ് ഇൻകം ഉണ്ട്. പിന്നെ അയാൾക്ക് എംപ്ലോയ്മെൻറ്റ് ടാക്സ് വരുന്നുണ്ട്, അത് നമ്മൾ സാലറിയിൽ ഡിഡക്റ്റ് ചെയ്യണം. നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് അപ്പോൾ 80Gയും ഉണ്ട്, LIC പ്രീമിയം എന്ന് പറയുമ്പോൾ 80Cയും ഉണ്ട്. അപ്പോൾ സാലറി ഇൻകം കമ്പ്യൂട്ടേഷൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടി റിവിഷൻ ചെയ്യുക, അതുപോലെ അതർ സോഴ്സസ് റിവിഷൻ ചെയ്യുക. സെക്ഷൻ 80 അനുസരിച്ചിട്ട് LIC പ്രീമിയം 80Cയും ഉണ്ട്. RPF കോൺട്രിബ്യൂഷനും നമുക്ക് 80C പ്രകാരം കിട്ടുന്നതാണ്, അതിവിടെ നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. 80G ഡൊണേഷനും ഇവിടെ വരുന്നുണ്ട്. ദസ് ടോട്ടൽ ഇൻകം കംസ് ടു 3,55,200.
ഇനി നമുക്ക് ഒരാളുടെ ടാക്സ് ലയബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് ഒരു 20% ടാക്സ് ഉണ്ട്. അപ്പോൾ സപ്പോസ് ആൻ ഇൻഡിവിജ്വൽ ഇസ് ഹാവിങ് എ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ആദ്യം തന്നെ നമ്മൾ ആ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എടുത്തിട്ട് 20% ചെയ്യണം. അത് കഴിച്ചിട്ടുള്ള ടോട്ടൽ ഇൻകത്തിനെയാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സപ്പോസ് ഒരു ഇൻഡിവിജ്വലിന് 1 ലക്ഷം രൂപയാണ് ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ അതിൽ 20,000 അയാളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ആദ്യം 20,000 20% നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യുകയും ബാക്കിയുള്ള 80,000 നമ്മൾ ഈ സ്ലാബ് വെച്ചിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൽ മെയിൽ ഓർ ഫീമെയിലിൻ്റെ ജനറൽ റേറ്റ് ആണ് ആപ്ലിക്കബിൾ ആകുന്നത്. ഓൺ ഫസ്റ്റ് 2,50,000 ടാക്സ് ലയബിലിറ്റി ഇല്ല. പിന്നെയുള്ള 2,50,000, അതായത് 2,50,000 തൊട്ട് 5 lakh വരെയുള്ള എമൗണ്ടിനാണ് 5% ടാക്സ് ലയബിലിറ്റി വരുന്നത്. ദെൻ നെക്സ്റ്റ് 5 lakh, അതായത് 10 lakh വരെ, 5 to 10 lakhനുള്ള എമൗണ്ടിന് 20%, മോർ ദാൻ 10 lakh, അതായത് ബാലൻസ് എമൗണ്ടുമ്പോൾ 30% ടാക്സ് ലയബിലിറ്റി വരുന്നത്. ഓക്കെ, അതിന് മുമ്പ് ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 20% പോലെ തന്നെ വിന്നിങ്സ് ഓൺ ലോട്ടറീസിലൊക്കെ നമുക്ക് അറിയാവുന്ന പോലെ 30% ഉണ്ട്. സപ്പോസ് എൻ ഇൻഡിവിജ്വൽ ഇസ് ഹാവിങ് സം ലോട്ടറി വിന്നിങ്സ് ഓർ സോ, അതുമ്പോൾ 30% ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. ബാക്കി വരുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ സ്ലാബ് റേറ്റിൽ. സീനിയർ സിറ്റിസണ് വേറെ റേറ്റ് ആണ്. നമുക്ക് വേണ്ടി വരുന്നത് നോർമലി ഇൻഡിവിജ്വൽ റേറ്റ് ആയിട്ടുള്ള 2,50,000 വരെ നില്ലും. ദെൻ അപ് ടു 5 lakh ഒരു 5%, ദെൻ 5 to 10 lakhsന് 20%, മോർ ദാൻ 10 lakhsന് 30% സ്ലാബ് വരുന്നത്. ഒരു ചെറിയ പിന്നെ അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം. ഒരു സർചാർജ് വരുന്നുണ്ട് ഫോർ അസസ്മെൻറ്റ് ഇയർ. വായിച്ചു നോക്കുക. 2021 അസസ്മെൻറ്റ് ഇയർ 2021 10% ഓഫ് ഇൻകം ടാക്സ് വേർ ടോട്ടൽ ഇൻകം എക്സീഡ്സ് 50 lakhs. 50 lakhsന് കൂടുതലുണ്ടെങ്കിൽ 10% സർചാർജ് വരുന്നത്. അതിലും കൂടുതലാണെങ്കിൽ 15% ഒക്കെയാണ്. അപ്പോൾ സർചാർജ് നോർമലി വരാറില്ല ഇഫ് ഇറ്റ് എക്സീഡ്സ് 1 crore ഒക്കെ. അത്രയും ഒരു 50 lakhsലൊക്കെ കൂടുമ്പോൾ മാത്രമാണ് സർചാർജ് ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ. അപ്പോൾ അത് നോക്കുക. ദെൻ എഡ്യൂക്കേഷൻ സെസ് വരും, എല്ലാവർക്കും വരും. ടാക്സിൻ്റെ 4% ആണ് എഡ്യൂക്കേഷൻ സെസ് വരുന്നത്. ദെൻ ഇത്രയുമാണ് ടാക്സിൽ കമ്പോണൻസ് വരിക നോർമലി. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വിന്നിങ്സ്, ക്രോസ് വേർഡ് പസിൽസ് ലോട്ടറി വിന്നിങ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ 30% കാണിക്കുക. ബാക്കിയുള്ള ഇൻകത്തിന് ടാക്സ് സ്ലാബ് റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സർചാർജ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നു. ദെൻ എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യുന്നു. ഇനി റിലീഫ് ഓഫ് ടാക്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 89. അത് എപ്പോഴും വരില്ല. അരിയേഴ്സ് ഓഫ് സാലറിയോ അഡ്വാൻസ് സാലറിയോ മറ്റോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമേ ഒരു റിലീഫ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്കത് കാൽക്കുലേഷൻ പഠിക്കാനില്ല, റിലീഫ് കാൽക്കുലേഷൻ പഠിക്കാനില്ല. ബട്ട് സെക്ഷൻ 89 ഡീൽസ് വിത്ത് റിലീഫ് ഓഫ് ടാക്സ്. അത് ഈ ടാക്സ് കമ്പ്യൂട്ടേഷനിൽ വരുന്ന ഒരു സെക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. പിന്നെ ഒരു റിബേറ്റ് വരുന്നുണ്ട് അതിനും കണ്ടീഷൻസ് ഉണ്ട്. 5 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് ടാക്സ് ഇല്ലല്ലോ. അപ്പോൾ അതിന് ഒരു ഡിഡക്ഷൻ അവൈലബിൾ ആണ്. 5 ലക്ഷത്തിൽ താഴെ ആണെങ്കിൽ ഹൂസ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakhs, അയാൾക്ക് ഒരു 12,500 ഒരു ഡിഡക്ഷൻ നമുക്ക് അയാൾക്ക് അവൈലബിൾ ആകുമെന്നുള്ളതാണ് ആ റിബേറ്റിൽ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു മറ്റൊരു പ്രൊവിഷനും കൂടി പഠിക്കാനുണ്ട് നമുക്ക്. അത്രയുമാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ടേഷനിൽ വരുന്നുള്ളൂ. ഇനി നമുക്കിതിൽ പ്രോബ്ലംസ് മാത്രമാണ് ചെയ്യാനുള്ളത്. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.